സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് അടിയന്തര ചികിത്സയാണ് ആവശ്യം. മാനസിക രോഗം അദ്ദേഹത്തെ ബാധിച്ചിരിക്കുകയാണ്. കാരണം മുമ്പ് നമ്മുടെ നിയമസഭയിൽ എന്റെ കുടുംബക്കാരെ പോലും വലിച്ചിഴച്ചുകൊണ്ട് പിന്നെ ഈ നിയമസഭയിൽ എന്തൊക്കെയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു വിളിച്ചു പറയുന്നത്, എന്തും പറയാം എന്നാണോ എന്നൊക്കെ പറഞ്ഞ് വിരട്ടിയിരുന്നല്ലോ. ഇപ്പൊ മെല്ലെ 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 ആ കുടുംബത്തിൽ ചിലരെങ്കിലും കാര്യമായ അഴിമതി നടത്തിയിട്ടുണ്ട്, കാര്യമായ പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതയായിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ മുഖഭാവത്തിനും ശാരീരിക ചലനങ്ങൾക്കും ഈ വാക്കുകൾക്കും ഒക്കെ കാരണം എനിക്ക് തോന്നുകയാണ്. നമുക്കറിയാലോ, നമ്മൾ ഒരു കാര്യം മോഷ്ടിച്ചു കഴിഞ്ഞാൽ മറ്റാരും അതറിഞ്ഞില്ലെങ്കിലും നമുക്കറിയാലോ. അതുപോലെ മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന ചില കള്ളത്തരങ്ങൾ ആ കുടുംബത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലോ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അറിയാതെ വിളിച്ചു പറഞ്ഞു വേണം. അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. നമുക്കറിയാം, ഒരു ചാക്ക് പഞ്ചസാരയുടെ മധുരം അറിയാൻ ഒരു ചാക്ക് തിന്നു നോക്കേണ്ട കാര്യമില്ല, ഒരു നുള്ളു കഴിച്ചാൽ മതി. അതുപോലെ ഒരു വ്യക്തിയുടെ സ്വഭാവം അറിയാൻ സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ ആ വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നു നോക്കിയാൽ മതി. ഇന്നിവിടെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആണ് ഒരു സാധാരണ സ്ത്രീ ഈ കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആങ്കർ ചെയ്യുന്ന ഒരു സ്ത്രീയെ ഇത്ര നിശിതമായി, ഇത്ര മോശമായിട്ട്, എന്തോ അയാളുടെ വീട്ടില് പിന്നെ ജോലിക്ക് വന്നിട്ടുള്ള ഒരു അടിമയെ പോലെ. നമുക്കറിയാം, പിന്നെ അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന പടത്തില് മമ്മൂട്ടി ചെയ്ത ക്യാരക്ടറിനെയാണോ ഇയാൾ എന്നും ആസ്വദിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. മമ്മൂട്ടി ഗോപകുമാറിനോട് പറയുന്ന ഭാഷയും ശാരീരിക ഭാഷയുമാണത്. അടിമയോട്, താൻ വളർത്തുന്ന ഒരു മൃഗത്തോട് പെരുമാറുന്ന പോലെയാണ് ഒരു സാധാരണ മനുഷ്യനോട് ഈ ജനാധിപത്യ രാജ്യത്ത് ഇവർ ഉപയോഗിക്കുന്ന ഭാഷ. കമ്മ്യൂണിസം എന്ന് പറയുന്നത് 100% ഒരു വ്യാജ സിദ്ധാന്തമാണെന്നും ഏറ്റവും നൃശംസതയും നെറികേടും തെമ്മാടിത്തരവും മറച്ചു പിടിക്കാനുള്ള ഒരു ചുവന്ന തുണി മാത്രമാണതെന്നും വീണ്ടും വീണ്ടും ഇവരുടെ ഓരോ നേതാക്കന്മാരും, അതിപ്പോ ഇടുക്കിയിലെ നേതാവായാലും ശരി, തിരുവനന്തപുരത്തിരിക്കുന്ന നേതാവായാലും ശരി, ഓരോരുത്തരും എടുത്ത് നോക്കൂ. നമുക്കറിയാം, ചില ധനതത്വ ശാസ്ത്രജ്ഞന്മാര് പലരെയും പിന്നെ റിസോർട്ട് ബുക്ക് ചെയ്ത് ക്ഷണിച്ച കഥയൊക്കെ നമുക്കറിയാലോ. ഇവരൊക്കെ ആരാണ് ശരിക്ക്? സാംസ്കാരിക കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്നവരോ അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രിയായിരുന്നവരൊക്കെ ഇങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതേ സിറ്റുവേഷൻ, ഈ ഇന്ന് നടന്ന സിറ്റുവേഷൻ നരേന്ദ്രമോദിയാണ് അവിടെ അത്തരത്തിൽ പെരുമാറിയിരുന്നതെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്തായിരുന്നു? ഇന്നെന്തായിരുന്നതിനെ ചർച്ച? അഹങ്കാരത്തിന്റെ ആൾരൂപമാണ് മോദി എന്ന് ഇവർ പറഞ്ഞുണ്ടാക്കില്ലേ, ഇവർ പ്രചരിപ്പിക്കില്ലേ, ഇവർ ചാക്ബോർഡ് വെക്കില്ലേ, ഇവർ പ്രസംഗിക്കില്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, കേരള ജനതയ്ക്ക് അർഹിക്കുന്ന ഒരു മുഖ്യനെ കിട്ടിയതുപോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം രണ്ട് തവണ ഈ എന്താ വളരെ ലളിതമായ ഒരു പദത്തിൽ പറഞ്ഞാൽ ഈ ദുഷ്ടനാണല്ലോ, ഈ ദുഷ്ടനെ ജയിപ്പിച്ചു വിടാൻ എന്ത് മഹിമയാണ് അയാൾ കണ്ടത്? ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തി ജീവിച്ചിരുന്ന കാലയളവിൽ അയാൾ എന്തു ചെയ്തു എന്തു ചെയ്തില്ല എന്ന് ഈശ്വരന് മാത്രമേ അറിയാവൂ പൂർണ്ണമായിട്ടും. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി ജീവിച്ചിരുന്നതിന്റെ ഏറ്റവും നല്ല നിദർശനമായിരിക്കുന്നത്, അയാളുടെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്നതിന്റെ തെളിവായിരിക്കുന്നത് അയാളുടെ മരണകാലമാണ്. ഇത് വീണ്ടും വീണ്ടും ഞാൻ ജനം ടി വിയിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മരണകാലത്ത് ഉമ്മൻചാണ്ടി മരിച്ച ശേഷം കേരള ജനത കൊടുത്ത ആ ബാഷ്പാഞ്ജലിയുടെ കടൽ, അതായത് കണ്ണീരിന്റെ ഒരു കടലൊഴുക്കി രാഷ്ട്രീയ ഭേദമന്യേ, അത്തരത്തിൽ സ്വീകാര്യനാവുന്നതാണ് സത്യത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തെളിമ, അല്ലെങ്കിൽ ജീവിതത്തിൽ ആകെക്കൂടെ നമുക്ക് കിട്ടാവുന്നത്. മരിച്ച ശേഷം രണ്ടുപേരെങ്കിലും പറയണം നല്ല മനുഷ്യനായിരുന്നു എന്നെങ്കിലും പറയിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. ഇദ്ദേഹത്തെ പറ്റി എനിക്ക് തോന്നുന്നു പിണറായിലുള്ള ആളുകൾ പോലും അങ്ങനെ പറയുമെന്നും തോന്നുന്നില്ല. ഒരു പക്ഷെ ജോൺ ബ്രിട്ടാസ് പറയായിരിക്കും, വേറെ ആർക്കും അത്ര ഗതികേട് ഇന്ത്യയിലില്ല. ഈ ജോൺ ബ്രിട്ടാസ് ആണല്ലോ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് പല കാര്യങ്ങളിലും. എന്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് പറയുന്നില്ല മര്യാദ മസൃണമായ പെരുമാറ്റം മാനസിക ശാരീരിക ആരോഗ്യത്തിന്റെ നിദർശനമാണെന്ന പൊതു തത്വത്തെ എന്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു കൊടുക്കുന്നില്ല? ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മാനസിക ആരോഗ്യം തകരാറിലാണെന്നത് ഇതിൽ പരം തെളിവെന്ത് വേണം? ഇതാദ്യമായിട്ടാണോ നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ മുഖ്യമന്ത്രി പണ്ടു മുതൽ തന്നെ, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ, പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ധാർഷ്ട്യം, അനാവശ്യമായ കോപം, അകാരണമായ അക്രമ സ്വഭാവം, ഇതെല്ലാം പ്രചാരം എന്തും വിളിച്ച് പറയാം, പരനാറി എന്ന് പറയാം, കുലകുത്തി എന്ന് പറയാം, അല്ല മാത്രമല്ല കുലം കുത്തി എന്ന് മാത്രമല്ല അനിൽജി, കുലം കുത്തി എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിരുന്നെങ്കിൽ അതിനെ നമുക്ക് സാധാരണ വിവരമില്ലാത്ത ഒരാളുടെ പ്രവർത്തനം എന്ന് വിചാരിക്കാം. പക്ഷെ അയാൾ പറഞ്ഞത് കുലംകുത്തികളുടെ സ്ഥാനം പുറത്തു തന്നെ.
പടയങ്കണ്ടി രവീന്ദ്രൻ എന്ന് പറയുന്ന മൂന്നാംകിട ക്രിമിനൽ കമ്മ്യൂണിസ്റ്റ് ഗൂണ്ട, അയാൾ അവിടെ ഒഞ്ചിയത്ത് പ്രസംഗിച്ചത്, എടോ ചന്ദ്രശേഖര നിന്റെ തല പൂങ്കുല പോലെ ഞങ്ങൾ റോട്ടിൽ ചെതറിക്കുന്ന പ്രസംഗിച്ചത്. നാലാംകിട കമ്മ്യൂണിസ്റ്റ് തെമ്മാടിയുടെ ഭാഷയാണത്. ആ ഭാഷയിൽ നിന്നും, ആ പടയങ്കണ്ടി രവീന്ദ്രൻ എന്ന പക്ക ക്രിമിനലിൽ നിന്നും നമ്മുടെ മുഖ്യമന്ത്രിയിലേക്ക് എത്രത്തോളം സാംസ്കാരിക ദൂരമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒട്ടും ദൂരമില്ലെന്ന് മാത്രമല്ല, അവർ രണ്ടുപേരും സായാമീസ് ഇരട്ടകളെ പോലെയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഈ കുലംകുത്തി എന്ന ഈ പിണറായി വിജയന്റെ സ്പീച്ചിന് ശേഷമാണ് TP ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള കത്തിക്ക് മൂർച്ച കൂട്ടിക്കഴിഞ്ഞെന്ന് ഏത് കുട്ടിക്കാ കേരളത്തിൽ അറിയാത്തത്? അപ്പൊ ഇങ്ങനെയുള്ള അക്രമ സ്വഭാവം തന്റെ DNA കിടക്കുന്ന പോലെയാണ് മുഖ്യമന്ത്രി പെരുമാറുന്നത്. ഇത്ര അനാരോഗ്യകരമായ, സാംസ്കാരിക കേരളത്തിന് അപമാനമായ ഇത്തരത്തിലുള്ള പദാവലികൾ ഉപയോഗിക്കുന്ന, അകാരണമായി സാധാരണക്കാരെ ആക്രമിക്കുന്ന ഒരു വ്യക്തി ജനാധിപത്യ കേരളത്തിന് എന്നും തീരാ കളങ്കമാണെന്ന് ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞു വെക്കട്ടെ.